ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 29-ാം ഞായറിൽ ലൂക്ക 18-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ നാം ശ്രവിക്കുകയാണ്. ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈ ഉപമയുടെ ശക്തി പ്രഭാവം ന്യായാധിപന്മാരുടെയും വിധവകളുടെയും അവസ്ഥകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാമൂഹിക നിലയെയും മതപരമായ കടമകളെയും ആശ്രയിച്ചിരിക്കുന്നു. പുരാതന ഇസ്രായേലിൽ ഒരു ന്യായാധിപന്റെ കർത്തവ്യം യോജിപ്പുള്ള ബന്ധങ്ങൾ നിലനിർത്തുകയും ഇസ്രായേലിയർ തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു. വിധവകൾ സ്വാഭാവികമായും ഭർത്താവിന്റെ പിന്തുണ നഷ്ടപ്പെട്ട് കഴിയുന്നവരാണ്. എന്നിട്ടും അവർക്ക് അവരുടെ ഭർത്താവിന്റെ സ്വത്ത് അവകാശമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഭർത്താവിന്റെ സ്വത്ത് മരണാനന്തരം അയാളുടെ പുത്രന്മാർക്കും സഹോദരന്മാർക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അതിനാൽ വിധവകളും അവരുടെ ആൺമക്കളും മൃതിയടഞ്ഞ ഭർത്താവിന്റെ സഹോദരന്മാരും തമ്മിലുള്ള തർക്കങ്ങൾ സാധാരണമായിരുന്നു. ന്യായമായും നിഷ്പക്ഷമായും പരാതികൾ കേൾക്കാനുള്ള ഉത്തരവാദിത്വമാണ് ന്യായാധിപന്മാർക്ക് ഉണ്ടായിരുന്നത്. വിധികർത്താക്കളുടെ സമിതിയുടെ സഹായമില്ലാതെ അവർ കേസുകൾ തീർപ്പാക്കിയിരുന്നതിനാൽ ന്യായാധിപന്മാരുടെ ഉത്തരവാദിത്വം പ്രാധാന്യമർഹിക്കുന്നു. നിയമാവർത്തന പുസ്തകം മോശ ന്യായാധിപന്മാർക്ക് നൽകുന്ന ആജ്ഞ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവന്റെയും വലിയവന്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിയമാവർത്തനം 1:16 മുതൽ 17 വരെ. അതിനാൽ ഉടമ്പടി സമൂഹത്തിലെ ന്യായാധിപന്റെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ ന്യായവിധി പ്രഖ്യാപിക്കുകയും ജനങ്ങൾക്കിടയിൽ ശാലവും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. വിധവകളുടെ സംരക്ഷണം സംബന്ധിച്ച പ്രതീക്ഷയും അതുപോലെ വ്യക്തമായിരുന്നു. ആവശ്യക്കാരോടുള്ള, അതായത് വിധവകൾ, അനാഥർ, പരദേശികൾ എന്നിവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഇസ്രായേലിയർ ബാധ്യസ്ഥരായിരുന്നു. കാരണം ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ ഇസ്രായേലിയർ ദൈവത്തിന്റെ കരുണ അനുഭവിച്ചു. എങ്കിൽ വിധവകൾക്കും അനാഥർക്കും പരദേശികൾക്കും ദൈവം നീതി നൽകും. അത്തരം ശക്തിയില്ലാത്തവരെ ദുരുപയോഗം ചെയ്യുന്നവർ തീർച്ചയായും ദൈവത്തിന്റെ ന്യായവിധിക്കും വിധേയരാകും. ഈ പശ്ചാത്തലത്തിൽ ഉപമയുടെ പൊരുൾ ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം. ആമുഖവാക്യം ഉപമയുടെ ഉദ്ദേശം വ്യക്തമാക്കുന്നു. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. യേശുവിന്റെ പ്രാർത്ഥനയും പ്രാർത്ഥനയെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രബോധനങ്ങളും ലൂക്കാ സുവിശേഷത്തിലെ സവിശേഷമായ ഒരു വിഷയമാണ്. അതിനാൽ ലൂക്ക ഈ ഉപമയെ നിരന്തരമായ പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനമായി അവതരിപ്പിക്കുന്നതിൽ അതിശയിക്കേണ്ടതില്ല. തുടർന്ന് കഥയിലെ ആദ്യ കഥാപാത്രത്തെ ലൂക്ക അവതരിപ്പിക്കുകയാണ്. ഒരു പട്ടണത്തിലെ ഒരു ന്യായാധിപൻ. ശ്രോതാക്കളുടെ ശ്രദ്ധ പതിയുന്നത് ആ ന്യായാധിപന്റെ സ്വഭാവത്തിലേക്കാണ്. ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യരെ മാനിക്കാത്തയാൾ. മുൻപ് സൂചിപ്പിച്ച ന്യായാധിപന്മാർക്ക് വേണ്ട ആവശ്യകതകളുടെയും പ്രതീക്ഷകളുടെയും വെളിച്ചത്തിൽ ഒരു കാര്യം വ്യക്തമാണ്: ഈ ന്യായാധിപൻ തൻ്റെ സ്ഥാനത്തിന് തികച്ചും അയോഗ്യനാണ്. ഈ സന്ദർഭത്തിൽ ദൈവത്തെ ഭയപ്പെടുക എന്നതിൻ്റെ അർത്ഥം ഒന്നുകിൽ ദൈവത്തെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ ന്യായാധിപൻ എന്ന പദവി ലംഘിച്ചതിനുള്ള ശിക്ഷയെ ഭയന്ന് ജീവിക്കുക എന്നതാണ്. ഈ രണ്ട് അർത്ഥവും കഥയിലെ ന്യായാധിപന് ബാധകമല്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ മനുഷ്യരെ മാനിക്കുക എന്നാൽ അവശത അനുഭവിക്കുന്നവരോട് കരുണ കാണിക്കുക എന്നതാണ്. ഉദാഹരണം, നല്ല സമറിയാക്കാരന്റെ കഥ. പക്ഷെ ഈ മൂല്യവും കഥയിലെ ന്യായാധിപൻ ഇല്ല. കഥയിലെ രണ്ടാമത്തെ കഥാപാത്രം വിധവയാണ്. അവളുടെ സങ്കടം എന്താണെന്ന് കഥ വിവരിക്കുന്നില്ല. എന്നിരുന്നാലും അവൾക്ക് അവകാശപ്പെട്ട പണമോ വസ്തുവോ
ഒരു മൂന്നാം കക്ഷി നൽകണമെന്ന് അവൾ ന്യായാധിപനോട് ആവശ്യപ്പെടുകയാണെന്ന് ശ്രോതാക്കൾക്ക് അനുമാനിക്കാം. ന്യായാധിപൻ എന്തുകൊണ്ട് അവളുടെ കേസ് കേൾക്കാൻ വിസമ്മതിക്കുന്നുവെന്നതും ഉപമ നമ്മോട് പറയുന്നില്ല. വ്യാഖ്യാതാക്കൾ അനുമാനിക്കുന്നത് ഇപ്രകാരമാണ്: ന്യായാധിപൻ കൈക്കൂലിക്കായി കാത്തിരുന്നിരിക്കാം, അല്ലെങ്കിൽ വിധവയുടെ കൂടുതൽ ശക്തനായ എതിരാളിയുടെ പക്ഷം ചേർന്ന് അവന്റെ പ്രീതി നേടാൻ ന്യായാധിപൻ തീരുമാനിച്ചിരിക്കാം. എന്തു തന്നെ ആയാലും ജഡ്ജിയുടെ ഉദ്ദേശം അപ്രധാനമാണ്. വിധവയെ കേൾക്കാനുള്ള അവന്റെ വിസമ്മതം യേശു തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ദൈവഭയമോ മറ്റുള്ളവരോടുള്ള ബഹുമാനമോ ഇല്ലാത്തവനാണ് ന്യായാധിപൻ. വിധവയ്ക്ക് ന്യായമായ ഒരു പരാതിയുണ്ട്. നീതി ലഭിക്കാനുള്ള അവളുടെ ഏക പ്രതീക്ഷ ജഡ്ജിയാണ്. സ്ഥിരോത്സാഹമാണ് അവളുടെ ഏക ആശ്രയം. വിധവയുടെ സ്ഥിരോത്സാഹം ന്യായാധിപനെ ആന്തരിക സംഭാഷണത്തിലേക്ക് നയിക്കുന്നു. വിധവയുടെ സ്ഥിരമായ ശല്യം ഒഴിവാക്കാൻ നീതിരഹിതനായ ന്യായാധിപൻ ഒടുവിൽ ശരിയായത് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്നതാണ് യേശുവിന്റെ ചോദ്യം. എങ്കിൽ എന്താണ് ഈ കഥയുടെ അർത്ഥം? രണ്ട് അർത്ഥങ്ങൾ ഈ കഥ പ്രകടമാക്കുന്നു. ഒന്ന്, നീതിരഹിതനായ ന്യായാധിപനും നീതിമാനായ ദൈവവും തമ്മിലുള്ള അന്തരം. നീതിരഹിതനായ ന്യായാധിപൻ പോലും വിധവയെ ശ്രവിക്കുകയും ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ ദരിദ്രർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി എത്ര അധികമായി ദൈവം നീതി നടത്തി കൊടുക്കും. രണ്ട്, ന്യായാധിപന്റെ അടുത്തേക്ക് വരാനുള്ള വിധവയുടെ സ്ഥിരോത്സാഹം കണക്കിലെടുക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു പാഠം ഇവിടെ ലഭിക്കുന്നു. രണ്ടാമത്തെ അർത്ഥമാണ് ഉപമയ്ക്കുള്ളതെന്ന് ആമുഖവാക്യം സ്പഷ്ടമാക്കുന്നു. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. രാവും പകലും വിളിച്ചു കരയുക എന്നത് സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്, നിരന്തര പ്രാർത്ഥന. വചനഭാഗം അവസാനിക്കുന്നത് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഒരാൾ നിരന്തരമായും നിർബന്ധമായും മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. വിശ്വാസപൂരിതമായിരിക്കണം പ്രാർത്ഥന. വിശ്വാസമായിരിക്കണം പ്രാർത്ഥനയുടെ ചാലക ശക്തി. പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ള അടിയുറച്ച ശരണത്തിന്റെ ലക്ഷണമാണ് നിരന്തരമായ പ്രാർത്ഥന. നീതിയുടെ ഭാവമാണ് ദൈവം. ശരണത്തോടു കൂടിയുള്ള പ്രാർത്ഥന നമ്മെ ദൈവത്തിന്റെ പങ്കാളികളാക്കി തീർക്കുകയും ലോകത്തിൽ നീതിയുടെ വാഴ്ച ഉറപ്പാക്കുകയും ചെയ്യുന്നു. പ്രവർത്തിക്കുന്നതും തൻ്റെ പദ്ധതികൾ ഈ ലോകത്ത് നിറവേറ്റുന്നതും അവിടുന്നാണ്. വിശ്വാസമില്ലാത്ത പ്രാർത്ഥന തികച്ചും മാനുഷികമാണ്. അത് പരാജയപ്പെടുകയുള്ളൂ. നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മിൽ ഓരോരുത്തരിലും കൂടെ നമ്മുടെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവം നമ്മുടെ ഈ ലോകത്തിന്റെ ഭാഗം തന്നെ. ആ ദൈവത്തോടുള്ള പ്രാർത്ഥന വഴി നാം വേദനയുടെയും അനീതിയുടെയും വിദ്വേഷത്തിൻ്റെതുമായ ലോകത്തിലായിരുന്നു കൊണ്ട് ആ ലോകത്തെ രൂപഭേദപ്പെടുത്തുന്നു. അതുകൊണ്ട് സ്ഥിരമായ പ്രാർത്ഥനയുടെ മൂല്യം ദൈവം നമ്മെ കേൾക്കുമെന്ന് മാത്രമല്ല, നാമും ദൈവത്തെ കേൾക്കും എന്നതാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.